നമസ്കാരം. എൻ്റെ പേര് വിനയ് കൃഷ്ണൻ. ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു തിരുവനന്തപുരത്ത്. പാലസ്ട്ര പെർഫോമൻസ് ആൻഡ് റീഹാബും പാലസ്ട്ര മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് പാർട്ട്ണർഷിപ്പ് ബേസിസിൽ നടത്തുന്നു. ഇന്ന് നമുക്ക് സംസാരിക്കാവുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ അഥവാ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എന്നാണ്. ഒരുപാട് പേര് ഷോൾഡറിൻ്റെ വേദനയായിട്ട് വരാറുണ്ട്, നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം മിക്കവരും വരുന്നത് കൈ മുകളിലോട്ട് പൊക്കാൻ പറ്റുന്നില്ല, കൈ പിറകോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മുടി ചീകാൻ പറ്റുന്നില്ല, അലമാരയിൽ നിന്ന് സാധനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻസ് ആയിട്ടാണ് വരുന്നത്. ഇത് സഡനായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. ഈ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ, അതായത് ഷോൾഡർ ഇഞ്ചുറി വന്ന് അല്ലെങ്കിൽ ഷോൾഡറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ഏറ്റവും അവസാനം ആയി വരുന്ന കാര്യമാണ് ഫ്രോസൺ ഷോൾഡർ. കൈ നല്ല കട്ടിയായിട്ട് കൈ അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അതികഠിനമായിട്ടുള്ള വേദനയും ചലനം വളരെ കുറവുമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷനിലായിരിക്കും മിക്കവാറും ആൾക്കാർ വരുന്നത്. ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഇത് ഡയബറ്റീസുമായിട്ട് ഒരുപാട് കോറിലേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുവരാറുണ്ട്. ഫിസിയോതെറാപ്പി അഡിസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡറിന് ഒരു ഇമ്പോർട്ടൻറ്റ് റോള് അതിൻ്റെ റീഹാബിലിറ്റേഷനിൽ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഫ്രോസൺ ഷോൾഡർ അഥവാ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് എങ്ങനെ വേണോ വരാം. അത് ഇന്ന രീതിയിൽ തന്നെ വരണം എന്നുള്ള കാര്യം നിർബന്ധമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസിന് ഇതൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ കണ്ടുവരാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ തലയിൽ ഒരുപാട് നേരം കൈവച്ച് കിടക്കുക, അല്ലെങ്കിൽ ശക്തിയായിട്ടുള്ള ഏറ് വരിക, അതായത് ഇപ്പം മാങ്ങയ്ക്കെറിയുക, പട്ടിക്ക് കല്ലെറിയുക മുതലായ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് ചില പേശികൾക്ക് ഒരു പ്രശ്നം വരികയും സ്ട്രെയിൻ വരികയും അത് ക്രമേണ അത് കട്ടിപിടിച്ച് വരികയും ക്യാപ്സ്യൂൾ, നമ്മുടെ ജോയിൻറ്റിൻ്റെ ചുറ്റിനും ഉള്ള ക്യാപ്സ്യൂൾ ടൈറ്റ് ആവുകയും അവിടെ രക്തയോട്ട കുറവ് വരികയും അങ്ങനെ പൂർണ്ണമായും ആ ജോയിൻറ്റ് കട്ടിപിടിച്ച് വേദനയോടുകൂടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമുക്കിതെന്ത് ചെയ്യാം, ഇതെങ്ങനെ നമുക്കിതിനെ മാറ്റാം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് വ്യായാമങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഫിസിയോതെറാപ്പിയിൽ വ്യായാമങ്ങളല്ലാതെ നമുക്ക് ചെറിയ അൾട്രാസൗണ്ട്, ഇൻ്റർഫെറൻഷ്യൽ തെറാപ്പി മുതലായ കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യുകയും അവിടെ രക്തയോട്ടം കുറച്ച് കൂട്ടുകയും അതിനുശേഷം നമ്മൾ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യുകയും ഗ്രേഡഡ് ആയിട്ടുള്ള, നമ്മൾ കുറച്ചായിട്ട് കൂട്ടി കൊണ്ടുവരുന്ന ഗ്രേഡഡ് ആയിട്ടുള്ള എക്സസൈസസ് നമ്മൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യം വളരെ ലൈറ്റായിട്ടുള്ള, വളരെ സാധാരണമായിട്ടുള്ള കുറച്ച് മൊബിലിറ്റി എക്സസൈസസിൽ തുടങ്ങി റെസിസ്റ്റൻസ് ബാൻഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്യൂബ്, ചെറിയ ഡംബൽ, കെറ്റിൽ ബെല്ല് മുതലായ സാധനങ്ങളിലേക്ക് നമ്മൾ ഗ്രേഡ് ചെയ്ത് വ്യായാമങ്ങൾ കൂട്ടി കൊണ്ടുപോകും. അതുവഴി നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് സ്ട്രെങ്ത് കിട്ടുകയും മൊബിലിറ്റി കൂട്ടുകയും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് ഇത് എത്ര നാൾ കൊണ്ട് ഇത് ശരിയാവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്, ഓരോ ആളെ പുറത്തിരിക്കും. കാര്യം ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈ തന്നെ നമ്മുടെ 5 വിരലും ഒരേപോലെ അല്ലാത്തതുപോലെ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത്ത്, ഈവൻ ക്ലൈമറ്റ് വരെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫ്രോസൺ ഷോൾഡർ ഉള്ളവർ അല്ലെങ്കിൽ ഈ ഷോൾഡർ പെയിൻ ഉള്ളവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ മാക്സിമം തലയിൽ കൈവച്ച് കിടക്കാതിരിക്കുക, ആ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കാതിരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക മുതലായ കാര്യങ്ങളാണ്. ഫ്രോസൺ ഷോൾഡർ അഥവാ അഡിസീവ് ക്യാപ്സുലൈറ്റിസ് അഥവാ അത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നമുക്കൊരു ഓർത്തോപെഡീഷ്യനെ നമുക്ക് മീറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. എന്തു വന്നാലും നമുക്ക് ഡെഫിനറ്റായിട്ടും ഒരു നല്ല മാറ്റം ഫിസിയോതെറാപ്പിയിലൂടെ ഇതിലുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഡ്വൈസ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ കാണാം.